വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലേറ്റവും ഭംഗിയുള്ള ഒരു മൊമെന്റ്, ഭംഗിയുള്ള ഒരു സന്ദർഭം എന്നുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ കെട്ടിപ്പടുത്തുയർത്തതിന് ശേഷം തന്റെ മകനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇബ്രാഹിം ഇസ്മായിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്നത് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അതുവരെ റബ്ബി, എന്റെ റബ്ബെ എന്നൊരു വിളിയിൽ നിന്ന് ആ വാപ്പ മാറി, ആ ഉപ്പ മാറി, ഇബ്രാഹിം മാറിയിട്ട് പിന്നെ റബ്ബന, ഞങ്ങളുടെ റബ്ബെ എന്നൊരു വിളിയിലേക്ക് പ്രാർത്ഥനയുടെ രീതി മാറുകയാണ്. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. പ്രിയപ്പെട്ടവരെ, ഉപ്പയായിട്ടുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ മകനായിട്ടുള്ള ഇസ്മായിലിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനയെ പോലെ നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് വിളിച്ചുകൊണ്ട് റബ്ബി എന്നതിൽ നിന്ന് മാറിയിട്ട് റബ്ബന എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ മാറാറുണ്ടോ എന്ന് വലിയൊരു ഓർമ്മപ്പെടുത്തൽ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ചരിത്രം കേവലം ഒരു പ്രവാചകന്റെ ചരിത്രം എന്നതിനപ്പുറം ഒരു ഉപ്പയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ, ഒരു ഉപ്പയും മകനും തമ്മിലുള്ള ചേർത്ത് പിടിക്കലിന്റെ വലിയൊരു മാതൃക കൂടി നമുക്കത് വരച്ചു കാണിച്ചു തരുന്നുണ്ട്.